ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ EVSലെ 3rd ചാപ്റ്റർ ആണ്. വിങ്ഡ് ബഡ്ഡീസ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതിൽ നമ്മൾ ബേർഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. Teacher started the class that day by playing a bird song, Kutru, Kutru, Kutru. Have you heard this bird song? The teacher asked. ടീച്ചർ അന്നത്തെ ദിവസത്തെ ക്ലാസ് തുടങ്ങിയത് ഒരു ബേർഡിന്റെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ്. ടീച്ചർ ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ചോദിച്ചു, എന്ത്, നിങ്ങൾ ഈ ബേർഡിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഇത് ഏത് ബേർഡാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. Can you identify the singing bird? Has anyone seen it? The class was silent. ആരെങ്കിലും ഈ കിളിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഈ കിളി ഏതാണെന്ന് അറിയോ എന്നൊക്കെ ടീച്ചർ ചോദിക്കുകയാണ്. ഇറ്റ്സ് നെയിം ഈസ് വൈറ്റ് ചീക്ഡ് ബാർബറ്റ്. അപ്പൊ എന്ത് പറഞ്ഞു? അയാനാണ് പറഞ്ഞത്. അതിന്റെ പേര് വൈറ്റ് ചീക്ഡ് ബാർബറ്റ് അഥവാ ചിന്ന കുട്ടുറുവൻ എന്നാണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സിംഗിങ് ബേർഡ്? ഈ ബേർഡിന്റെ കളർ എന്താണ്? ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ, സൈറ റെസ്പോണ്ടഡ്. ആ ബേർഡ് ഗ്രീൻ നിറത്തിലാണെന്ന് സൈറ പറഞ്ഞു. This bird is also called പച്ചിലക്കുടുക്ക. What could be the reason for calling it like that? The teacher continued. അപ്പൊ ഈ ബേർഡിനെ, വൈറ്റ് ചീക്ഡ് ബാർബറ്റിനെ നമ്മൾ എന്തും പറയുന്നുണ്ട്? പച്ചിലക്കുടുക്ക എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അതിനെ പച്ചിലക്കുടുക്ക എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ്സ് കളർ ഈസ് ഗ്രീൻ, അല്ലെ? അതിന്റെ കളർ ഗ്രീൻ ആയതുകൊണ്ടായിരിക്കാം. There are many types of birds. Which are the birds present in our area? How many of them are familiar to you and name known to you? Write them in my EVS diary. ഇപ്പൊ നമ്മളുടെ ചുറ്റുപാടിലും ഒരുപാട് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ബേർഡ്സിന്റെ പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേർഡ്സിന്റെ പേര് എഴുതി കൊടുക്കാം. പാരറ്റ്, തത്ത, ക്രോ, കാക്ക, ക്രെയിൻ, കൊക്ക്, പീകോക്ക്, മയില്, ദെൻ ക്വയൽ, സ്പാരോ, കുരുവി, മൈന, ഹെന്ന്, വുഡ്പെക്ക, മരംകൊത്തി, കിങ്ഫിഷർ, പൊന്മാൻ, ഈഗിൾ, പരന്ത്, വൾച്ചർ, കഴുകൻ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. Color and make them beautiful. Identify the birds and write their names. Color and make them beautiful. നമുക്ക് താഴെ 4 ബേർഡ്സിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ പേര് എഴുതുക, എന്നിട്ട് അവയെ കളർ ചെയ്ത് ഭംഗിയാക്കാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് പാരറ്റ് ആണ്, രണ്ടാമത്തേത് കാർഡിനൽ ആണ്, അതായത് നാഗമോഹൻ എന്ന് പറയുന്ന ഒരു ബേർഡാണ്. തേർഡ് പീകോക്ക് ആണ്. ആൻഡ് ഫോർത്ത് വൺ വുഡ്പെക്കർ ആണ്. ഞാനിവിടെ ഈ ബേർഡ്സിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇൻ വാട്ട് വേസ് ഡു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? ഈ പിക്ചറിലുള്ള ബേർഡ്സ് എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റമുണ്ട്? കളർ ഓഫ് ദ ഫെദേഴ്സ്, അവയുടെ തൂവലിന്റെ നിറത്തിൽ മാറ്റമുണ്ട്. ഷേപ്പ് ഓഫ് ദ ബോഡി, അവയുടെ ശരീരത്തിന്റെ ആകൃതിക്ക് മാറ്റമുണ്ട്. ഷേപ്പ് ഓഫ് ദ വിങ്സ്, അവയുടെ തൂവലിന്റെ ഷേപ്പിന് മാറ്റമുണ്ട്. പിന്നെ ബീക്സ്, ലെഗ്സ്, അവരുടെ കാലുകൾക്കും അതുപോലെ ചുണ്ടുകൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. ലെറ്റ്സ് ക്ലാസിഫൈ ദം. ഡു ഓൾ ബേർഡ്സ് ഇൻ യുവർ ഏരിയ ഹാവ് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ? Haven't you seen birds with feathers of different colors? Name the birds that have differently colored feathers. Prepare a table. അപ്പൊ നമ്മളുടെ ചുറ്റും സെയിം കളർ ഫെദർ, തൂവലിന് ഒരേ നിറമുള്ള ബേർഡ്സും ഉണ്ട്, അതുപോലെ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഫെദേഴ്സ്, വ്യത്യസ്ത നിറത്തിലുള്ള തൂവലുകളും ഉള്ള പക്ഷികളും ഉണ്ടല്ലേ. അപ്പൊ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കളത്തില് ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി, ശരീരത്തിനും തൂവലുകൾക്കും ഒരേ നിറമുള്ള ബേർഡ്സിന്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് ക്രോ, പാരറ്റ്, ക്വയൽ, ക്രെയിൻ തുടങ്ങിയവ. സെക്കൻഡ് കോളത്തില് ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഓൺ ദെയർ ബോഡി, വ്യത്യസ്ത നിറത്തിലുള്ള ഫെദേഴ്സ് ഉള്ള ബേർഡ്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് പീകോക്ക്, കിങ്ഫിഷർ, മൈന, വുഡ്പെക്ക തുടങ്ങിയിട്ടുള്ള ബേർഡ്സ്. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? ഇനി ബേർഡ്സിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക, കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ഫെദേഴ്സ്, അവയ്ക്കൊക്കെ എന്താണ്, തൂവലുകൾ ഉണ്ട് അല്ലെ. ഓൾ ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. ദെൻ ബീക്സ്, കൊക്കുകൾ, ബേർഡ്സ് ഹാവ് ബീക്സ്. എഗ്സ്, ലേ എഗ്സ്, അവർ മുട്ടയിടുന്നുണ്ട്. ലെഗ്സ്, ബേർഡ്സ് വാക്ക് യൂസിങ് 2 ലെഗ്സ്, പക്ഷികൾ 2 ലെഗ്സ് ഉപയോഗിച്ച് നടക്കുന്നുണ്ട്. എക്സലന്റ് വിഷൻ, അവയ്ക്ക് നല്ല കാഴ്ചശക്തി ഉണ്ട്. മോസ്റ്റ് ബേർഡ്സ് ഹാവ് ഷാർപ്പ് ഐസൈറ്റ്, മിക്ക ബേർഡ്സിനും എന്താണ്, വളരെ ഷാർപ്പായിട്ടുള്ള കാഴ്ചശക്തിയാണുള്ളത്. സിംഗ് ഓർ കോൾ, ബേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ സോങ്സ് ഓർ കോൾസ്, പക്ഷികൾ ശബ്ദങ്ങളിലൂടെയോ അല്ലെങ്കിൽ പാട്ടുകളിലൂടെയൊക്കെയാണ് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. By observing our surroundings, we can also find birds with different characteristics. Observe our surroundings and find out diverse characteristics of birds. Use binoculars if available to observe birds.
അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ചുറ്റുപാട് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇതല്ലാതെ വേറെയും ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയുള്ള ബേർഡ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബേർഡ്സ് വാച്ചിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു പക്ഷി നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യുക. ബൈനോക്കുലേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. വാട്ട് തിങ്സ് ഷുഡ് ബി ഒബ്സർവ്ഡ്. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം? ഒന്ന്, പ്ലേസ് ഫോർ ദ ബേർഡ് ഈസ് സീൻ, എവിടെയാണ് പക്ഷിയെ കാണുന്നത്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ, കാണുന്ന സമയം ഏത്. സൈസ്, അതിന്റെ വലുപ്പം. കളറ്, നിറം. നെസ്റ്റ്, കൂട് എങ്ങനെയാണ്. സൗണ്ട്, അതിന്റെ ശബ്ദം എങ്ങനെയാണ്. സൈസ് ഓഫ് ലെഗ്സ്, ലെങ്ത്, കളറ്. നമ്പർ ഓഫ് ടോസ്, കാലുകളുടെ വലുപ്പം, അതുപോലെ വിരലുകളുടെ എണ്ണം, നിറം ഒക്കെ എങ്ങനെയാണ്. സൈസ് ആൻഡ് കളർ ഓഫ് ഐസ്, കണ്ണിന്റെ നിറവും വലുപ്പവും എങ്ങനെയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ്, തൂവലുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്, പറക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണ്, രീതി എങ്ങനെയാണ്. പിന്നെ പാറ്റേൺസ് ഓൺ എഗ്സ്, അതിന്റെ മുട്ടയിലുള്ള പാറ്റേൺസ്, ഒന്ന് പുള്ളികളുണ്ടോ അല്ലെങ്കിൽ വരകളുണ്ടോ, അതല്ല പ്ലെയിൻ ആയിട്ടുള്ള എഗ് ആണോ, അതും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. Observe any bird in your surroundings and prepare a note of it, including its characteristics. Don't forget to draw the pictures too. What should be included in the observation note? Look at Saira's observation note. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നോക്കിയിട്ട് ഒബ്സർവേഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു മോഡൽ നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. ഇത് സൈറ എഴുതിയ ഒരു ഒബ്സർവേഷൻ നോട്ടാണ്. ആദ്യം നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ് ആണ്. പ്ലേസ് വേർ ഇറ്റ് വാസ് സീൻ ഫീൽഡ് ബണ്ടാണ്. ദെൻ ടൈം വെൻ ഇറ്റ് വാസ് സീൻ ഈവനിങ് ആണ്, കാണുന്ന സമയം വൈകുന്നേരമാണ്. കളറ് ഗ്രീൻ ആണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ബീക്ക്, കൊക്കിന്റെ പ്രത്യേകത എന്താണ്. ഷാർപ്പ്, കർവ്ഡ് ആൻഡ് റെഡ് ഇൻ കളർ, കൂർത്തതും വളഞ്ഞതുമായ ചുവന്ന ചുണ്ടുകളാണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ലെഗ്സ്, കാലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ലെഗ്സ് യൂസ് ടു ക്ലൈംബ് ട്രീസ് ആൻഡ് ഹോൾഡ് ഫുഡ്സ് ഫേംലി, മരത്തില് വലിഞ്ഞു കയറാനും ഭക്ഷണങ്ങളൊക്കെ എന്താണ് നല്ല ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഫീച്ചേർഡ് ആയിട്ടുള്ള ലെഗ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ടെയിൽ, വാലിന്റെ പ്രത്യേകത ലോങ് ട്രയാങ്കുലർ ടെയിൽ ആണ്, നീളമുള്ള ട്രയാങ്കുലർ ഷേപ്പിലുള്ള ടെയിൽ ആണ്. അതർ ഫീച്ചേഴ്സ്, മറ്റു പ്രത്യേകതകൾ, റോസ് റിംഗ് അറൌണ്ട് ദ നെക്ക്, കഴുത്തിന് ചുറ്റുമായിട്ട് ഒരു റോസ് നിറത്തിലുള്ള റിംഗ് ഉണ്ട്. ലേ എഗ്സ് ഇൻ ഹോളോസ് ഇൻ ട്രീസ്, മരങ്ങളിലെ പൊത്തുകളിലാണ് മുട്ടയിടുന്നത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പക്ഷിയെ കുറിച്ച് നിങ്ങൾക്ക് ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബേർഡ് ക്രോ ആണ്. നെയിം ഓഫ് ദ ബേർഡ് ക്രോ. പ്ലേസ് വേർ ഇറ്റ് വാസ് സീൻ ഇൻ ദ യാർഡ് ഓർ ഓൺ എ ട്രീ ബ്രാഞ്ച്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ മോർണിംഗ് ഓർ ഡേ ടൈം. കളർ ബ്ലാക്ക്. ഫീച്ചേഴ്സ് ഓഫ് ദ ബീക്ക്, strong and sharp black beak. Features of the legs, strong legs that help in walking and sitting on branches. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെഗ്സ് ആണ്, അതിന് നടക്കാനും അതുപോലെ ട്രീയിലൊക്കെ അള്ളിപ്പിടിച്ചിരിക്കാനും ഒക്കെ സഹായിക്കും. ഫീച്ചേഴ്സ് ഓഫ് ദ ടെയിൽ, ലോങ് ആൻഡ് സ്ട്രെയിറ്റ്. അതർ ഫീച്ചേഴ്സ്, very clever, eats whatever is available, builds big nest on trees using sticks, sometimes help the coil chicks hatch and grow. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രോയുടെ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ നോട്ടായിട്ട് എഴുതാവുന്നതാണ്. ലെറ്റ്സ് കംപ്ലീറ്റ്. നമുക്കിനി ബേർഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദ ലാർജസ്റ്റ് ബേർഡ്, ഏറ്റവും വലിയ പക്ഷി ബേർഡ് ഏതാണ്? ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷിയാണ്. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്സ്, പുറകിലേക്ക് പറക്കാൻ കഴിയുന്ന പക്ഷി ഹമ്മിങ് ബേർഡ് ആണ്. ദ ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി റുപ്പൽസ് ഗ്രിഫോൺ വൾച്ചർ ആണ്, കഴുകനാണ്. ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ, പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓസ്ട്രിച്ച്, എമു, കിവി, പെൻഗ്വിൻ, കാസവരി. ദ സ്മോളസ്റ്റ് ബേർഡ്, ഏറ്റവും ചെറിയ ബേർഡ് ഹമ്മിങ് ബേർഡ് ആണ്. ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ്, ഇനി പക്ഷികളെ കാണാൻ മാത്രമല്ല, കാഴ്ചയിൽ മാത്രമല്ല, അവയുടെ ഭക്ഷണത്തിലും മാറ്റമുണ്ട്. ഇവിടെ കിങ്ഫിഷർ പറയും, നോക്കൂ, ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്, എനിക്ക് നല്ല മുഴുത്ത ഫിഷ് കിട്ടി. അപ്പൊ കിങ്ഫിഷറിന്റെ ഫുഡ് ഫിഷ് ആണ്. പാരറ്റ് പറയുന്നു, നോക്കൂ, ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്, ഈ നെൽമണികളാണ് അല്ലെങ്കിൽ ഈ ധാന്യങ്ങളാണ് എന്റെ ഫുഡ്. അപ്പൊ പാരറ്റിന്റെ ഫുഡ് ഗ്രെയിൻസ് ആണ്. ഈഗിൾ പറയുന്നു, നോക്കൂ, ടുഡേസ് മീൽ ഈസ് ഗ്രേറ്റ്, അപ്പൊ അതിനൊരു കോഴിക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈഗിളിന്റെ ഫുഡ് എന്താണ്? മീറ്റ് ആണ്. അതായത് ബേർഡ്സിലൊക്കെ ഫുഡിൽ മാറ്റം ഉണ്ടെന്ന് മനസ്സിലായോ? ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്, എല്ലാ ബേർഡ്സും സെയിം ഫുഡാണോ കഴിക്കുന്നത്? അല്ല. നമുക്കിവിടെ ബേർഡ് ഫുഡ്, ഓരോ ബേർഡ്സിന്റെയും ഫുഡ് ചാർട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത്, ഫിൽ ചെയ്ത് കൊടുക്കണം. ആദ്യത്തേത് പാരറ്റ് ആണ്. പാരറ്റിന്റെ മെയിൻ ഫുഡ്സ് വരുന്നത് ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ് ആണ്. ദെൻ കിങ്ഫിഷറിന്റെ മെയിൻ ഫുഡ്സ് വരുന്നത് ഫിഷ്, സ്മോൾ ഇൻസെക്ട്സ്. കൈറ്റ് നമ്മളുടെ ഈഗിൾ ആണ്, അതിന് വരുന്നത് ഫിഷ്, മീറ്റ്, സ്മോൾ മാമൽസ്, അതായത് റാറ്റ് പോലെയൊക്കെയുള്ള, എലി പോലെയുള്ള ചെറിയ ചെറിയ മാമൽസ്, ബേർഡ്സ്. പിന്നെ അടുത്തത് വുഡ് പെക്കറിന്റെ വരുന്നത് സ്മോൾ ഇൻസെക്ട്സ്, വേംസ്.
ക്രെയിനിന് വരുന്നത് സ്മോൾ ഫിഷസ്, ഇൻസെക്ട്സ്. കൊയലിന് വരുന്നത് ഫ്രൂട്ട്സ് ആണ്. ദെൻ പീജിയന് വരുന്നത് ഗ്രെയിൻസ് ആണ്. ബേർഡ്സിന് ഡിഫറെന്റ് ഫുഡ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫുഡാണ് അവർ ഇൻടേക്ക് ചെയ്യാന്ന് മനസ്സിലായല്ലോ മക്കളെ. ഇനി പക്ഷികളുടെ ആഹാരത്തിൽ മാത്രമല്ല, അവ ആഹാരം ശേഖരിക്കുന്നതിലുണ്ട് മാറ്റങ്ങൾ. വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ. പക്ഷിയോട് പറയുന്നു നോക്ക് ആദ്യത്തെ. ഞങ്ങള് വെള്ളം ഉള്ളത് എവിടെയാണോ അവിടെയുള്ള ജീവികളെയാണ് വേട്ടയാടി കഴിക്കാറ്. ഇനി ഈഗിൾ എന്താ പറയുന്നത്? ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. എനിക്ക് ഇരയെ ചേസ് ചെയ്ത് പിടിക്കാനാണ് ഇഷ്ടം. മറ്റൊരു കൂട്ടർ പറയുന്നത് നോക്കൂ. ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസസ് ആൻഡ് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. എനിക്ക് പുല്ലുകളും വിത്തുകളും ധാന്യങ്ങളും ഒക്കെ കൊത്തി തിന്നാനാണ് ഇഷ്ടം. ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. മറ്റൊരാൾ പറയുന്നത് എന്താണ്? ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ പക്ഷികൾ പലതരത്തിലാണ് അവരുടെ ഭക്ഷണം ശേഖരിക്കുന്നത്. അവ പല ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബേർഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്? നമുക്ക് കുറച്ച് താഴെ ഓരോ കൂട്ടങ്ങളാക്കിയിട്ട്, ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് തന്നിട്ടുണ്ട്. ആ ഓരോ ഗ്രൂപ്പിലുള്ള ബേർഡ്സും എന്ത് ഫുഡാണ് കഴിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബേർഡ്സ് ആണ്, പഴങ്ങൾ കഴിക്കുന്നതാണ്. അതിന് എക്സാമ്പിൾസ് ആണ് പാരറ്റ്, കുട്ടുറുവാൻ, സ്പാരോ, കൊയില്, ബുൾബുൾ തുടങ്ങിയവ. അടുത്തത് നെക്ടർ സക്കേഴ്സ് ആണ്, അതായത് തേൻ കുടിക്കുന്നവരാണ്. സൺബേർഡ്, ഹമ്മിങ് ബേർഡ്, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ തുടങ്ങിയവയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് വരുന്നത് പ്രാണികളെ കഴിക്കുന്ന ബേർഡ്സ് ആണ്. അവയെ നമ്മൾ ഇൻസെക്ടിവോറസ് ബേർഡ്സ് എന്നാണ് പറയാ. മൈന, വുഡ്പെക്കർ, ബാബ്ലർ, ട്രീപോൾ തുടങ്ങിയവ അതിൽ പെട്ടതാണ്. അടുത്തത് സെറിയൽ ഈറ്റേഴ്സ് ആണ്, അതായത് ധാന്യങ്ങളൊക്കെ കഴിക്കില്ലേ, ആ ബേർഡ്സ് ആണ് കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ് പാരറ്റ്, സ്പാരോ, മൈന, പീജിയൻ, ലവ് ബേർഡ് തുടങ്ങിയവ. പിന്നെ മറ്റൊരു കൂട്ടര് ഫ്ലഷ് ഈറ്റേഴ്സ് ആണ്, അതായത് നമ്മളുടെ മാംസം കഴിക്കുന്നവർ, ചെറിയ ചെറിയ കോഴികളെയും ചെറിയ ചെറിയ മാമൽസിനെയൊക്കെ കഴിക്കുന്നവർ. അതിൽ പെടുന്നവരാണ് ഈഗിൾ, വൾച്ചർ, ബ്ലാക്ക് ഡ്രോങ്കോ തുടങ്ങിയവ. പിന്നെ മറ്റൊരു കൂട്ടർ വരുന്നത് ഫിഷ് ഈറ്റേഴ്സ് ആണ്, അതായത് നമ്മുടെ മീൻ കഴിക്കുന്നവർ. അപ്പം നമ്മുടെ ക്രെയിന്, ലെസർ, വിസ്ലിംഗ് ഡക്ക്, സീഗൾ, കിങ്ഫിഷർ തുടങ്ങിയ ബേർഡ്സ് ഒക്കെ ഫിഷ് ഈറ്റേഴ്സിൽ പെടുന്നവയാണ്. Are the size and body structure of the birds in all the nest the same? What are the adaptation of birds for collecting food? Write them down. ബേർഡ്സിനെ അവയ്ക്ക് ഫുഡ് കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബീക്ക് ഷേപ്പ്, അവയുടെ കൊക്കിന്റെ ഷേപ്പ്, അതുപോലെ ഫീറ്റ് ഓർ ക്ലോസ്, അവരുടെ കാലുകളും പിന്നെ അതിലുള്ള കൂർത്ത നഖങ്ങളും. ഷാർപ്പ് ഐസൈറ്റ്, നല്ല കാഴ്ചശക്തി. ഫ്ലൈറ്റ് സ്കിൽസ്, അതായത് പറക്കാനുള്ള കഴിവ്. ഇതൊക്കെ എന്താണ്? ബേർഡ്സിനെ ഇര പിടിക്കുന്നതിന് അല്ലെങ്കിൽ അവയ്ക്ക് ഫുഡ് കളക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന അഡാപ്റ്റേഷൻസ് ആണ്. ഡ്രോ ആൻഡ് മാച്ച്. ഐഡന്റിഫൈ ആൻഡ് ജോയിൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബീക്ക്. പല ബേർഡ്സിന്റെ ബീക്സും അതുപോലെ ലെഗ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ബീക്കിൽ ഏതൊക്കെ ബേർഡ്സിന്റെ ആണ് ബീക്സും ലെഗ്സും മാച്ച് ചെയ്യുന്നത് അത് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്സ്. ഇനി ബേർഡ്സും അവർ താമസിക്കുന്ന ഹാബിറ്റാറ്റ്സും തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. വെർ ക്യാൻ വി സീ ബേർഡ്സ്? നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും ബേർഡ്സിനെ? നിയർ ദ പോണ്ട്, കുളക്കരയിൽ കാണാം. ഫീൽഡ്സ് ആൻഡ് ഫാംസ്, വയലുകളിൽ കാണാം. ഗാർഡൻസ് ആൻഡ് പാർക്കുകളിലും അതുപോലെ നമ്മളുടെ പൂന്തോട്ടങ്ങളിലൊക്കെ കാണാം. സീഷോസ്, കടൽ തീരത്ത് കാണാം. നിയർ ഹോംസ്, വീടിനരികിൽ നമുക്ക് കാണാം. ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ട്രീ, മരത്തിന്റെ ചില്ലകളിൽ കാണാം. ഓൺ ദ ഹോൾസ്, പൊത്തുകളിൽ കാണാം. വെറ്റ്ലാൻഡ്സ് ആൻഡ് ലേക്സ്, നനവുള്ള പ്രദേശങ്ങളിലൊക്കെ കാണാം. ഫോറസ്റ്റ് ആൻഡ് ഹിൽസ്, കാടുകളിലും കുന്നുകളിലും ഒക്കെ കാണാം. അപ്പോൾ എവ്രിവെയർ വി ക്യാൻ സീ ബേർഡ്സ്. നെയിം ദ ബേർഡ്സ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്. വെള്ളം അധികമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വെള്ളമുള്ള ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബേർഡ്സിന്റെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡക്ക്, ക്രെയിന്, കിങ്ഫിഷർ, ലെസർ, വിസ്ലിംഗ് ഡക്ക്, കോർമോറന്റ്, സ്വാൻ, സ്നേക്ക് ബേർഡ്, വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ തുടങ്ങിയ ബേർഡ്സിനെയൊക്കെ നമുക്ക് വാട്ടർ റിച്ച് പ്ലേസസിൽ കാണാൻ പറ്റുന്നതാണ്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലോങ് ലെഗ്സ്, അവയ്ക്ക് നല്ല നീളമുള്ള കാലുകളായിരിക്കും. ഓയിലി ഫെതേഴ്സ്, അവയ്ക്ക് അവയുടെ തൂവലുകൾ എന്തായിരിക്കും? എണ്ണമയമുള്ളതായിരിക്കും, ഓയിലി ആയിരിക്കും. നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. എല്ലാ ബേർഡ്സിനും ഒരേ ബോഡി സ്ട്രക്ചർ അല്ല ഉള്ളത്. സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചില ബേർഡ്സിന് നല്ല നീളമുള്ള പോയിന്റഡ് ആയിട്ടുള്ള കൂർത്ത കാലുകളും അതുപോലെ കൊക്കുകളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക.
കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെന്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. ഓരോ പക്ഷികളും ഫുഡ് കളക്ട് ചെയ്യുന്നത് അവയുടെ ബോഡി സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ വാട്ടർ റിച്ച് ഏരിയാസ് ഹാവ് ഓയിലി ഫെദേഴ്സ്. വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇരപിടിക്കുന്ന ബേർഡ്സിന്റെ അവയുടെ ഫെദേഴ്സ് തൂവലുകളൊക്കെ ഓയിലി ആയിരിക്കും, എണ്ണമയമുള്ളതായിരിക്കും. നൊക്ടേണൽ ബേർഡ്സ് എന്ന് വെച്ചാൽ നിശാപക്ഷികൾ എന്നാണ്, അതായത് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന പക്ഷികളാണ്. ഓൾ സ്ലീപ് ഡ്യൂറിംഗ് ദി ഡേ ആൻഡ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ്. മൂങ്ങ പോലുള്ള ബേർഡ്സ് ഒക്കെ രാവിലെ കിടന്നുറങ്ങുകയും രാത്രി ഇരയെ പിടിക്കുകയും ചെയ്യുന്ന ബേർഡ്സ് ആണ്. ദേ ഹാവ് എ ഫെതേർഡ് കോട്ട് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹണ്ടിങ് അറ്റ് നൈറ്റ് ആൻഡ് ഡസ് നോട്ട് മേക്ക് സൗണ്ട് വൈൽ ഫ്ലൈങ്. അവയുടെ തൂവലുകൾക്ക് ഒരു ഫെതേർഡ് കോട്ട് ഉണ്ട്. അത് അവയെ ഇരയെ പിടിക്കാൻ സഹായിക്കുകയും അത് പറക്കുന്ന സമയത്ത് ചിറകടിയുടെ ശബ്ദമില്ലാത്തതുമായിട്ടുള്ള ഫീച്ചർ ഉണ്ട്. The forest owl catches small creatures. The barn owl or silver owl eats mice and bandicoots. അപ്പോൾ കാട്ടിലുള്ള ഫോറസ്റ്റ് ഓൾ എന്ന് പറയുന്ന മൂങ്ങ എന്താണ്, ചെറിയ ചെറിയ ക്രീച്ചേഴ്സിനെയാണ് കഴിക്കുക. എന്നാൽ ബാൺ ഓൾ അഥവാ സിൽവർ ഓള് എലിയെ പോലുള്ള കുറച്ചുകൂടെ വലിയ മാമൽസിനെയൊക്കെയാണ് ഫുഡായിട്ട് ഉപയോഗിക്കുക. ദ ഫിഷ് ഓൾ ഹൺസ് ഫിഷ് ആൻഡ് ദ നൈറ്റ് ജാഗർ ഈറ്റ്സ് ഫീൽഡ് മൈസ്. അതുപോലെ തന്നെ ഫിഷ് ഓള് ഫിഷസിനെയാണ് കഴിക്കുക. ആൻഡ് ദ നൈജാർ ഈറ്റ്സ് ഫീൽഡ് മൈസ്. അതായത് നൈജാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നത്തില്ലേ, അത് നമ്മളുടെ ചുണ്ടലി പോലെയുള്ള എലികളെയാണ് കഴിക്കുക. ഓൾ ഓഫ് ദീസ് ആർ നൊക്ടേണൽ ബേർഡ്സ്. ഈ പറഞ്ഞുള്ള ഈ മെൻഷൻ ചെയ്തിട്ടുള്ളതൊക്കെ എന്താണ്, നൊക്ടേണൽ ബേർഡ്സ് ആണ്, നിശാപക്ഷികളാണ്. ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്. ഇനി ബേർഡ്സും അവയുടെ കൂടുകളും തമ്മിലുള്ള മാറ്റങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഹാവ് യു നോട്ടീസ് ദ നെസ്റ്റ് ഓഫ് ദ ബേർഡ്സ് അറൌണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റ് ഡിഫറെന്റ്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ആൻസർ. ഏതൊക്കെ രീതിയിൽ നെസ്റ്റുകൾക്ക് ഡിഫറൻസ് ഉണ്ട്, അതായത് ഓരോ പക്ഷികളും കൂട് കൂട്ടുന്നതും അവയുടെ കൂടിന്റെ രീതിയും ഒക്കെ വ്യത്യസ്തമാണല്ലേ, അതെങ്ങനെയൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലേസസ് വേർ ദേ ആർ ഫൗണ്ട്. കൂടുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ മാറ്റമുണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസിന് മാറ്റമുണ്ട്. പിന്നെ ക്ലൈമറ്റ്, അതിലുള്ള കാലാവസ്ഥ, അതായത് എവിടെയാണ് അവ കൂട് കൂട്ടുന്നത് എന്നുള്ള അതിനുള്ള കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. അതുപോലെ ഷേപ്പിലും റീപ്രൊഡക്ഷനിലും എല്ലാം മാറ്റമുണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എഗ്സ്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. വിച്ച് ബേർഡ്സ് എഗ്സ് ആർ ദെയർ? റൈറ്റ് ഇറ്റ് ഡൗൺ. താഴെ നമുക്ക് രണ്ട് ബേർഡ്സിന്റെ മുട്ടകളുടെ എഗ്ഗിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ബേർഡിന്റെ ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നമുക്കറിയാം അല്ലെ മക്കളെ. ആദ്യത്തേത് ഹെന്നാണ്, രണ്ടാമത്തേത് ക്വയലാണ്. നമ്മളുടെ കാടയില്ലേ, കാടയുടെ മുട്ടയാണ്. ഇത് കൂടാതെ എമു, ഓസ്ട്രിച്ച്, ക്രോ, കുക്കു തുടങ്ങിയ ബേർഡ്സിന്റെ എഗ്സും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടാൽ തന്നെ അറിയാം ഈ എഗ്സ് വലുപ്പത്തിലും അതിന്റെ ഷേപ്പിലും കളറിലും പാറ്റേൺസിലും അതിന്റെ നമ്പറിലും എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ. ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ് ഡിഫർ? ഏതൊക്കെ രീതിയിലാണ് എഗ്സ് ഡിഫറെന്റ് ആയിരിക്കുന്നത്, പല ബേർഡ്സിന്റെയും എഗ്സ് ഡിഫറെന്റ് ആവുന്നത്? നമ്മൾ പറഞ്ഞു അതിന്റെ സൈസ്, ഷേപ്പ്, കളറ്, നമ്പർ, പാറ്റേൺ. അതായത് ചിലതിന് പുള്ളി കുത്തുകളൊക്കെ ഉണ്ട് എഗ്ഗില്, ചിലതിന് അതില്ല അല്ലെ. അതാണ് പാറ്റേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിലെല്ലാം ഡിഫറെന്റ് ആണ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ബേർഡ്സ്, ദെയർ നെസ്റ്റ് ആൻഡ് ദെയർ എഗ്സ്. ഐഡന്റിഫൈ ദെയർ ഫീച്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഇനി പല ബേർഡ്സിന്റെയും പിക്ചറും അതുപോലെ അതിന്റെ നെസ്റ്റിന്റെയും എഗ്ഗിന്റെയും ഒക്കെ പിക്ചർ നിങ്ങൾക്ക് ആൽബം ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. There is diversity in birds' nest with respect to shape, size, construction materials, location, nesting method and their eggs. പല ബേർഡ്സിന്റെയും നെസ്റ്റ്, അതായത് എല്ലാ ബേർഡ്സിന്റെയും നെസ്റ്റുകൾ അതിന്റെ എഗ്ഗിന്റെ ഷേപ്പ്, സൈസ്, പിന്നെ അത് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതായത് ചിലത് നൂലുകൾ ഉപയോഗിച്ച്, ചില ബേർഡ്സ് കല്ലുകൾ ഉപയോഗിച്ച്, ചില ബേർഡ്സ് നാരുകൾ ഉപയോഗിച്ചൊക്കെയാണ് അല്ലേ നെസ്റ്റ് ഉണ്ടാക്കുക. അതുപോലെ അതിന്റെ ലൊക്കേഷനും ഒക്കെ ആയിട്ട് എന്തായിരുന്നുണ്ട്, ഡിഫറെന്റ് ആണ്. അതായത് പല ബേർഡ്സിന്റെയും നെസ്റ്റുകളും എഗ്ഗും എല്ലാം എന്താണ് മക്കളെ, ഡിഫറെന്റ് ആണ്. ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്. ഇനി ഒട്ടകപ്പക്ഷിയും അതിന്റെ മുട്ടയും, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ബേർഡ്സിൽ ഏറ്റവും വലിയ ബേർഡ്, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ് എന്ന് പറയുന്നത് ഓസ്ട്രിച്ച് ആണ്. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. അതിന്റെ എഗ് തന്നെയാണ് ലാർജസ്റ്റ് എഗും, ഏറ്റവും വലിയ മുട്ടയും ഈ ഓസ്ട്രിച്ചിന്റെ മുട്ടയാണ്. ഓൾദോ ഇറ്റ് ഹാസ് വിങ്സ് ഇറ്റ് കനോട്ട് ഫ്ലൈ. അതിന് ചിറകുകൾ ഉണ്ടെങ്കിൽ കൂടെ അതിന് പറക്കാനുള്ള കഴിവില്ല. എൻ ഓസ്ട്രിച്ച് എഗ് വെയ് അപ്രോക്സിമേറ്റ്ലി 1.5 kilograms. ഒരു ഓസ്ട്രിച്ചിന്റെ ഒരു എഗ് എന്ന് പറയുന്നത് ഏകദേശം 1.5 kilogram വരെ ഭാരമുള്ള എഗ്ഗാണ്. Moreover, it also has the largest eye among all animals living in land. കരയിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളെക്കാട്ടിലും
വലിയ കണ്ണുള്ളതും എന്തിനാണ്? ഈ ഓസ്ട്രിച്ചിന് തന്നെയാണ്. മൈഗ്രേറ്ററി ബേർഡ്സ്, അതായത് നമ്മുടെ ദേശാടന പക്ഷികൾ. എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സ് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഗ്രീൻ വാബ്ലർ, ഇന്ത്യൻ പിറ്റ, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ, പസഫിക് ഗോൾഡൻ പ്ലോവർ, ഫോറസ്റ്റ് വാക്ടൈൽ. ഇതെല്ലാം മൈഗ്രേറ്ററി ബേർഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഡു വി ഓൾവേസ് സീ ഓൾ ദോസ് ബേർഡ്സ് ഷോൺ ഇൻ ദ പിക്ചർ? നമ്മൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ബേർഡ്സിനെ നമുക്ക് എല്ലാ സമയത്തും കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല, ചില പ്രത്യേക സീസണിൽ മാത്രമേ ഇവയെ കാണാൻ സാധിക്കുകയുള്ളൂ. ഡു വി ഓൾവേസ് ഹിയർ ദെയർ സൗണ്ട്സ്? നമുക്ക് എല്ലാ സമയത്തും ഇവയുടെ സൗണ്ട്സ് കേൾക്കാനായിട്ട് സാധിക്കുമോ? അതുമില്ല. വാട്ട് കുഡ് ബി ദ റീസൺ? അതിനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ദേ ആർ മൈഗ്രേറ്ററി ബേർഡ്സ്. കാരണം അവർ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അവർക്ക് ക്ലൈമറ്റും അതുപോലെയുള്ള സീസണും ഒക്കെ അവർക്ക് ഫേവർ ആയിരുന്ന സമയത്ത് മാത്രമേ അവ വരികയുള്ളൂ. ആ സമയത്ത് മാത്രമേ നമുക്ക് അവയെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. Some specific of birds migrate from one place to another in large numbers to escape from adverse weather conditions to obtain food and for breeding. ചില പക്ഷികൾ അവ താമസിക്കുന്ന പ്ലേസിൽ നിന്ന് അവിടുത്തെ കണ്ടീഷൻസ്, അതായത് ചൂട് കൂടുക അല്ലെങ്കിൽ തണുപ്പ് കൂടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് അവിടെ താമസിക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ നിന്നൊരു ഗ്രൂപ്പായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അവയ്ക്ക് ജീവിക്കാനും അവയ്ക്ക് ഫുഡ് കളക്ട് ചെയ്യാനും അവയുടെ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. വെൻ ദ വെദർ ബിക്കംസ് ഫേവറബിൾ ദ റിട്ടേൺസ്. അങ്ങനെ അവർ താമസിക്കുന്ന പ്ലേസിലുള്ള വെദർ ഫേവറബിൾ ആകുമ്പോൾ, അതായത് അവർക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള കണ്ടീഷൻ ആകുമ്പോൾ അവർ തിരിച്ചു വരുന്നു. സച്ച് ബേർഡ്സ് ആർ കോൾഡ് മൈഗ്രേറ്ററി ബേർഡ്സ്. ഇങ്ങനെയുള്ള ബേർഡ്സിനെയാണ് നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് വിളിക്കുന്നത്. Find the names of more migratory birds and write them down. Collect pictures and paste them in the environmental bird corner of your classroom. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന മൈഗ്രേറ്ററി ബേർഡ്സിന്റെ പേര്, ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട്, അതൊക്കെ നെയിംസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെയിംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ EVS ബേർഡ് കോർണറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രദർശിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മൈഗ്രേറ്ററി ബേർഡ്സിന്റെ നെയിംസ് നോക്കാം. Siberian cranes, greater flamingo, lesser whistling duck, forest bobtail, Indian pitta, Indian paradise flycatcher, common snipe, northern pintail, curlew, Brahmini kites, marsh hareos, Asian openbill, brown-headed gull, whisker tern തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് മൈഗ്രേറ്ററി ബേർഡ്സിന്റെ എക്സാമ്പിളിൽ എഴുതി കൊടുക്കാവുന്നതാണ്. Birds and the environment. Have you noticed people trees growing on the top of certain buildings? Has anyone planted it there? അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആൽമരങ്ങളും വേറെ മരങ്ങളൊക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ആരെങ്കിലും അവിടെ കൊണ്ട് മരങ്ങൾ നട്ടതാണോ അത്? അല്ല. പിന്നെ എങ്ങനെയാണ് അവരവിടെ ഗ്രോ ചെയ്യുന്നത്? ബേർഡ്സ് ഈ ട്രീയുടെ ഇതിലുള്ള ഫ്രൂട്ട്സിന്റെ കായ ഭക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ സീഡ് വന്ന് ഇവിടെ കാഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്ന് കൊണ്ടിടുന്നു. അങ്ങനെയാണ് അവിടെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് വളരുന്നത്. ഹൗ ആർ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദ എൻവയൺമെന്റ്? ബേർഡ്സ് എങ്ങനെയൊക്കെയാണ് പ്രകൃതിക്ക് ബെനിഫിഷ്യൽ ആവുന്നത്? അവർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് സീഡ് ഡിസ്പേഴ്സൽ, ഇതുപോലെ വിത്ത് വിതരണം നടത്തുന്നുണ്ട്. ദെൻ പോളിനേഷൻ, പൂക്കളിലൊക്കെ പരാഗണം നടത്തുന്നുണ്ട്, പോളിനേഷൻ നടത്തുന്നുണ്ട്. ക്ലീൻ സറൗണ്ടിങ്സ്, ചുറ്റുപാട് വൃത്തിയാക്കുന്നുണ്ട്. ദെൻ ഫുഡ്, വി ഈറ്റ് ദ എഗ്സ് ആൻഡ് മീറ്റ് ഓഫ് ബേർഡ്സ്. നമുക്ക് അവയുടെ എഗ്ഗും മീറ്റും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്, അപ്പം നമുക്കത് ഫുഡ് തരുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഹാപ്പിനെസ്, നമുക്ക് ചില ബേർഡ്സിനെ വളർത്തുമ്പോൾ പെറ്റായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. കൺട്രോൾ പെസ്റ്റ്, കീടങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നെല്ല് പോലെയുള്ള കൃഷികളിലൊക്കെ വളരുന്ന അല്ലെങ്കിൽ അതിനെ കേടുവരുത്തുന്ന പ്രാണികളെയൊക്കെ കഴിച്ച് ഈ പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനും ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം സഹായിക്കുന്നുണ്ട്. In search of drinking water. How do birds and animals quench their thirst in summer when spring and other water bodies dry up? സമ്മർ ആവുന്ന സമയത്ത്, അതായത് വേനൽക്കാലം ആവുന്ന സമയത്ത് പക്ഷികളും മറ്റു മൃഗങ്ങളും ഒക്കെ എങ്ങനെയാണ് അവയുടെ ദാഹം അകറ്റുന്നത് മക്കളെ? To protect birds from the heat and drought in summer, we can provide birds with drinking water. അപ്പോൾ അവരെ ഈ ദാഹത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രിങ്കിങ് വാട്ടർ പുറത്തൊക്കെ എന്ത് ചെയ്യാം? അവയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കാം. For this, you can pour water in earthen pots and keep under the trees or in any
അതർ ഓപ്പൺ പ്ലേസസ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു തുറന്ന കുടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മരത്തിന് ചുവട്ടിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ബി ഷുവർ ടു ചേഞ്ച് ദ വാട്ടർ ഫ്രീക്വൻലി ടു പ്രിവെന്റ് മൊസ്കിറ്റോസ് ഫ്രം ലേയിങ് ദെയർ എഗ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കൊതുക് പോലെയുള്ള ജീവികൾ അതിൽ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം മാറ്റി കൊടുക്കുകയും വേണം. സെറ്റപ്പ് എ പ്ലേസ് ഇൻ യുവർ സ്കൂൾ ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ പെറ്റ്സ്. നിങ്ങളുടെ സ്കൂളിലും പക്ഷികൾക്ക് ഭക്ഷണവും അതുപോലെ വെള്ളമൊക്കെ കൊടുക്കുന്ന ഒരു പ്ലേസ് ഉണ്ടാക്കാനും മറക്കരുത്. ഗ്രേറ്റ് ഹോൺബിൽ ടുവാർഡ്സ് ത്രെട്ട് ഓഫ് എക്സ്റ്റിങ്ഷൻ. നമ്മുടെ ഗ്രേറ്റ് ഹോൺബിൽ അതായത് മലമുഴക്കി വേഴാമ്പൽ എന്താണ്, എക്സ്റ്റിൻഷനിലെ വക്കിലാണ്. അതായത് എക്സ്റ്റിൻഷൻ എന്ന് വെച്ചാൽ വംശനാശം, അതായത് ആ ജീവിവർഗം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ദ ഗ്രേറ്റ് ഹോൺബിൽ, ഓൾസോ നോൺ ആസ് ഫാമർ ഓഫ് ദ ഫോറസ്റ്റ്, ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് കേരള. ഇറ്റ് ഈസ് നൗ ഫേസിംഗ് ദ ത്രെട്ട് ഓഫ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ ഗ്രേറ്റ് ഹോൺബിൽ ആണ് നമ്മളുടെ കേരളത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ബേർഡ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇത് ഫാമർ ഓഫ് ദ ഫോറസ്റ്റ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് ഈ ബേർഡ്. ഇത് ഇപ്പോ എക്സ്റ്റൻഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ കൺസേർവ് ചെയ്യുന്നതിന്റെ അത്യാവശ്യം എന്താണ്, വളരെയധികം കൂടുതലാണ്. The number of birds like the great hornbill and house sparrow is now decreasing. What could be the reason? ഗ്രേറ്റ് ഹോൺബിലും അതുപോലെ ഹൗസ് സ്പാരോ എന്ന് പറയുന്ന ബേർഡൊക്കെ ഇപ്പോൾ എക്സ്റ്റൻഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? ഒരുപാട് കാരണങ്ങളുണ്ട്, നമുക്കതിൽ കുറച്ച് നോക്കാം. അതിലൊന്നാമത്തേത് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്. ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുന്നതുകൊണ്ട്. ലാക്ക് ഓഫ് ടോൾ ട്രീസ്, വലിയ മരങ്ങൾ ഇല്ലാതാവുന്നതുകൊണ്ട്. ഹ്യൂമൻ പ്രസൻസ്, മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ സാമീപ്യം കൊണ്ട്. ഇപ്പൊ കാടൊക്കെ മനുഷ്യൻ കയ്യേറുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ജീവിവർഗങ്ങൾ ഒരുപാട് ഇല്ലാതാവുകയാണ് അല്ലെ. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ആവാസ വ്യവസ്ഥകൾ നാശമാക്കുന്നത് കൊണ്ട്, നശിക്കുന്നത് കൊണ്ട്. ഡിഫോറസ്റ്റേഷൻ, കാടുകൾ ഇല്ലാതാക്കുന്നത് കൊണ്ട്. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അമിതമായിട്ട് രാസവളങ്ങളും കീടനാശിനികളൊക്കെ പ്രയോഗിക്കുന്നത് കൊണ്ട്. The Red Data Book is a book that records endangered and rare species. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ എക്സ്റ്റൻഷൻ നേരിടുന്ന അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗങ്ങളുടെ പേരുകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ബുക്കാണ് ദ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ എൻഡേഞ്ചേർഡ് ബേർഡ്സ് ഓഫ് കേരള ഇൻ മൈ EVS ഡയറി. കളക്ട് ദെയർ പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഇത്തരത്തിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള പക്ഷികളുടെ അല്ലെങ്കിൽ ബേർഡ്സിന്റെ പേരുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ആൽബം ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ബേർഡ്സിന്റെ പേരുകൾ നോക്കാം. മലബാർ ഗ്രേ ഹോൺബിൽ, വൈറ്റ് ബെലിഡ് ഷോലാക്കിലി, ലാഫിംഗ് ത്രഷ്, ഗ്രാസ് ബേർഡ്, നീൽഗിരി പിപ്പിറ്റ്, നീൽഗിരി ഫ്ലൈ ക്യാച്ചർ, നീൽഗിരി വുഡ് പീജിയൻ, മലബാർ വിസ്ലിംഗ് ത്രഷ് തുടങ്ങിയവയൊക്കെ ഇതുപോലെ എക്സ്റ്റൻഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ത്രെഡ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളാണ്. ബേർഡ് വാച്ചേഴ്സ് ഓർ ഓർണിത്തോളജിസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ പക്ഷികളെ നിരീക്ഷിക്കുന്ന ആളുകളെ നമ്മൾ ബേർഡ് വാച്ചേഴ്സ് അല്ലെങ്കിൽ ഓർണിത്തോളജിസ്റ്റ് എന്നാണ് വിളിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്, ഇന്ത്യൻ ഓർണിത്തോളജിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന ആൾ. When Salim was 10 years old, he shot a sparrow named Manyatali with an air gun that his uncle had given him as a gift. Salim and his uncle took this bird and went to visit his uncle's friend W.S. Millard, an officer of the Natural History Society, Bombay. He introduced Salim to the collection of birds preserved and kept at the society. It included sparrow like the Manyatali that Salim had shot. This visit marked the turning point for him to be a bird lover later. അപ്പോൾ സാലിം അലി ഒരു 10 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന്റെ അങ്കിള് അവർക്കൊരു കൊടുത്തു, ഒരു ഗണ്ണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഈ ഗണ്ണ് വെച്ചിട്ട് എയർ ഗൺ ആയിരുന്നു. ആ എയർ ഗണ്ണ് വെച്ചിട്ട് അവന് അദ്ദേഹം ഒരു ബേർഡിനെ ഷൂട്ട് ചെയ്ത സമയത്ത് അത് താഴെ വീണു. ഓക്കെ, അപ്പോൾ ഷൂട്ട് ചെയ്ത് ആ ബേർഡിനെ കളക്ട് ചെയ്ത് അവരെന്ത് ചെയ്തു, അപ്പോൾ ഈ മഞ്ഞത്താലി എന്ന് പറയുന്ന ഒരു സ്പാരോ, ഒരു കുരുവി വർഗത്തിൽപ്പെട്ട ഒരു ബേർഡ് ആയിരുന്നു അത്. എന്നിട്ട് ഈ അങ്കിളിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു W.S. മിലാർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ ഒരു മെമ്പർ ആയിരുന്നു, ഓഫീസർ ആയിരുന്നു ബോംബെയിലുള്ള. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയ സമയത്ത് അദ്ദേഹം ഒരുപാട് ഇത്തരത്തിൽ ത്രെട്ട് നേരിടുന്ന ഒരുപാട് ബേർഡ്സിന്റെ കളക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതില് ഈ സ്പാരോയും മഞ്ഞത്താലിയുടെ എന്ന് പറയുന്ന ഈ സ്പാരോയും എന്തുണ്ടായിരുന്നു, ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അന്ന് അവിടെ പോയ സമയത്താണ്
സലിം അലിക്ക് എന്ത് മനസ്സിലാവുന്നത്? ബേർഡ്സിന്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ബേർഡ്സിനെ എത്രത്തോളം ലവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് മനസ്സിലാവുന്നത്. അതിനുശേഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് സലിം അലി ഒരു ബേർഡ് ലവർ ആയിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. This is the biography of Dr. Salim Ali, the greatest bird watcher India has ever seen. We celebrate his birthday November 12 as National Bird Watching Day. അപ്പോൾ സലീം അലിയുടെ ബർത്ത്ഡേ ആയ നവംബർ 12 ആണ് നമ്മൾ നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. ഡു യു നോ എനി അതർ ബേർഡ് വാച്ചേഴ്സ്? ഫൈൻഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദം ആൻഡ് റൈറ്റ്. ഇത്തരത്തിലുള്ള മറ്റ് 2 ബേർഡ് വാച്ചേഴ്സ് കൂടെ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ശ്രീ കെ നീലകണ്ഠൻ. അദ്ദേഹം ഇങ്ങനെ ഇന്ദുചൂടൻ എന്നുള്ള തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബേർഡ് വാച്ചറാണ് ഡോക്ടർ ആർ സുഗതൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ച 3 ബേർഡ് വാച്ചേഴ്സിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് എഴുതി നോക്കാം. ആദ്യത്തെ ആള് ഡോക്ടർ സലിം അലി ആണ്. ഡോക്ടർ സലിം അലി വാസ് എ renowned Indian ornithologist. He dedicated his life to the study and conservation of birds. Born in 1896, he became known as the Birdman of India. Took the lead in protecting important bird habitats like Silent Valley in Kerala. November 12, his birthday is celebrated as National Bird Watching Day. Tattekad Bird Sanctuary in Kerala is named in honor of Dr. Salim Ali. K. Neelakandan or Induchudan. K. Neelakandan, known by his pen name Induchudan, was Kerala's own birdman. He introduced generations to the beauty of birds through his Malayalam books like Keralathile Pakshigal. He also played a key role in protecting Silent Valley, one of Kerala's richest forests. He used simple language and poetic stories to teach people about birds and nature. Dr. R. Sugadan. Dr. R. Sugadan is a revered ornithologist from Kerala, disciple and close associate of Dr. Salim Ali. Worked as an ornithologist at Tattekad Bird Sanctuary. Discovered a new type of owl named the Ripley owl. Carried out several research studies on birds. Led many efforts to protect the forest of Kerala. The branch of science related to the study of birds is called ornithology. ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെ പറയുന്ന പേര് ഓർണിത്തോളജി എന്നാണ്. ബേർഡ് സാങ്ച്വറി. ദ ബേർഡ് സാങ്ച്വറി ഇൻ കേരള നെയ്മഡ് ആഫ്റ്റർ ഡോക്ടർ സലീം അലി ഇസ് ദ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഡു യു നോ എനി അതർ ബേർഡ് സാങ്ച്വറീസ്? അപ്പൊ ഡോക്ടർ സലീം അലിയുടെ മെമ്മറിയിൽ നെയിം ചെയ്തിട്ടുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ് കേരളത്തിലുള്ളത്, തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. മറ്റ് ബേർഡ് സാങ്ച്വറീസ് കൂടെ കണ്ടെത്തി എഴുതാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിവിടെ ഒരു ക്രോസ് വേർഡ് പസിലായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡൗൺവേർഡ്സ് ഉള്ളത് നോക്കാം. 1. ദ ഓൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാൻഗ്രോവ് ഫോറസ്റ്റ്. കേരളത്തിലെ കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ബേർഡ് സാങ്ച്വറി ഏതാണ്? മംഗളവനമാണ്. 2. നോൺ ആസ് ഡോക്ടർ സാലിം അലി ബേർഡ് സാങ്ച്വറി. ഡോക്ടർ സാലിം അലി ബേർഡ് സാങ്ച്വറി എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ആണ്. ഇനി അക്രോസ് നേരെ ദ ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ഒരേ ഒരു പീകോക്ക് സാങ്ച്വറി, അതായത് മയിലുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂർ ആണ്. 4. ബേർഡ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് where മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി seen. കോഴിക്കോടുള്ള ഒരു ബേർഡ് സാങ്ച്വറി ആണ്. അവിടെ കൂടുതലും കാണപ്പെടുന്നത് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അത് കടലുണ്ടിയാണ്. 5. ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം. കോട്ടയത്തിലുള്ള ഒരു ബേർഡ് സാങ്ച്വറി കുമരകമാണ്. Crows, pheasants, mynas, peacocks, hornbills, wagtails, and many more millions of diverse birds in this living world. Many of them are having sweet voices, diverse colors, different migratory paths, whatnot. Let's continue our fascinating journey into the world of winged buddies by exploring and discovering more about them. അപ്പൊ കാക്കയും കുയിലും മൈനയും ഒക്കെ തുടങ്ങി ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ പക്ഷികളെ, ഈ കൂട്ടുകാരെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് ഇനി മുതലാണ് ശരിക്കും നിങ്ങൾ തുടങ്ങേണ്ടത്. അപ്പം നിങ്ങൾക്ക് അതിനുള്ളൊരു ബേസ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയല്ലോ. ഇനി മുതൽ നിങ്ങൾ ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1. Draw lines through the right path to connect the birds to their food. ഇവിടെ നമുക്ക് ബേർഡ്സും അതുപോലെ അവർ കഴിക്കുന്ന ഫുഡും തന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും ഏത് ഫുഡാണോ കഴിക്കുന്നത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, ഈഗിളാണ്. ഈഗിള് നമുക്ക് താഴെയുള്ള ഈ റാറ്റിലേക്ക് നിങ്ങൾ വരച്ചു കൊടുക്കണം. പിന്നെ ക്രോവിനെയും നിങ്ങൾക്ക് അതുപോലെ റാറ്റിലേക്ക് വരച്ചു കൊടുക്കാം.
പിന്നെ നെക്സ്റ്റ് പാരറ്റ് കഴിക്കുന്നത് ഗ്രെയിൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ നെല്ലിലേക്ക് വരയ്ക്കാം. പിന്നെ ഉള്ളത് സ്പാരോ ആണ്, അത് ഈ ഫ്ലവറിലേക്ക് വരയ്ക്കാം, തേനാണ് കുടിക്കാറ്. പിന്നെ അവസാനത്തെ ബേർഡിനെ നിങ്ങൾക്ക് ഈ ഫ്രൂട്ടിലേക്ക് വരച്ചു കൊടുക്കാം. Question 2. Hi, is this a woodpecker? Robbie shouted when he saw a bird by the side of the pond. The beak of woodpeckers is not like this, Ayan replied. Then, which bird is this? Complete the picture giving appropriate colors. Prepare a note on its features. അപ്പോൾ അയാനും അതുപോലെ റോബിയും കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റോബി ഒരു ബേർഡിനെ കണ്ടപ്പോൾ പറഞ്ഞു വന്നത് ഒരു വുഡ്പെക്കർ അതാ പറക്കുന്ന ഒരു ഫിഷിനെ കൊണ്ടുവന്ന്. അപ്പോൾ അയാൻ പറഞ്ഞു വുഡ്പെക്കറിന്റെ കൊക്ക് ബീക്ക് ഇങ്ങനെയല്ല, ഇത് വുഡ്പെക്കർ അല്ല, വേറെ ബേർഡാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഏതായിരിക്കും മക്കളെ ബേർഡ്? നമുക്കറിയാം, ദിസ് ഇസ് എ കിങ് ഫിഷർ, പൊന്മാനാണ്. ഇനി ഈ ബേർഡിന്റെ മറ്റു ഫീച്ചേഴ്സ് കൂടെ എഴുതാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കിങ്ഫിഷറിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. കിങ്ഫിഷേഴ്സ് ആർ നോൺ ഫോർ ദയർ ലോങ് പോയിന്റഡ് ആൻഡ് സ്റ്റോഡി ബീക്സ് പെർഫെക്റ്റ്ലി അഡാപ്റ്റഡ് ഫോർ ക്യാച്ചിങ് ഫിഷ് ആൻഡ് അതർ അക്വാറ്റിക് പ്രേ. അവർക്ക് നല്ല കൂർത്ത നീണ്ട കൊക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ആഴത്തിൽ പോയി മീനിനെ മുങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബീക്കാണ് ഉള്ളത്. They are skilled hunters, often perching on branches overlooking water and then diving headfirst to catch fish with their sharp beaks. അവർ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആണ്. മരക്കൊമ്പത്തൊക്കെ ഇരുന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ നല്ലതുപോലെ വീക്ഷിച്ചു നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പറ്റിയ ഇരയെ കിട്ടിയാൽ ഊളിയിട്ട് ഡൈവ് ചെയ്ത് പോയി ഫിഷിനെ പിടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. Kingfishers are typically found near freshwater bodies like rivers, ponds and lakes where they can find their primary food source. അപ്പോൾ മീനുകളെ കിട്ടുന്ന ഫ്രഷ് വാട്ടർ സോഴ്സിലെ കുളം, പുഴ, നദികളിലൊക്കെയാണ് ഇവരെ അധികം കാണാറ്. Kingfishers are generally small to medium sized birds with a compact body and a relatively large head. അവർക്ക് ഏകദേശം ചെറുതും മീഡിയവും ആയിട്ടുള്ള കിങ്ഫിഷേഴ്സിനെ നമുക്ക് കാണാം. അവരുടെ ശരീരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ ഹെഡ് ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. Question 3. Masna and Abin were playing a table competition game. Join them and complete the table. അപ്പൊ മസ്നയും അബിനും കൂടെ ഒരു ഗെയിം കളിക്കുകയാണ്. അതായത് ബേർഡ്സിനെ കുറിച്ചുള്ള ഒരു ഗെയിമാണ്. ബേർഡ്സിൽ നമുക്ക് ടേബിളിൽ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ബേർഡ്സിന്റെ. അത് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് ഫിൽ ചെയ്ത് കൊടുക്കുന്ന രീതിക്കാണ് ഗെയിം വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? നെയിം ഓഫ് ദ ബേർഡ്, കളർ, ഫുഡ്, ബോഡി ഫീച്ചേഴ്സ്, നെസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്കിനി കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് വരുന്ന ബേർഡ് പാരറ്റ് ആണ്. പാരറ്റിന്റെ കളർ ഗ്രീൻ ആണ്. ഫുഡ് ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ് ആണ്. ബോഡി ഫീച്ചേഴ്സ് കർവ്ഡ് റെഡ് ബീക്ക്, സ്ലിം ലെഗ്സ് ഫോർ ക്ലൈംബിംഗ് ട്രീസ്, ലോങ് ട്രയാങ്കിൾ ഷേപ്ഡ് ടെയിൽ, ബ്ലാക്ക് റിംഗ് അറൌണ്ട് ദ നെക്ക്. നെസ്റ്റ് എങ്ങനെയാ വരുന്നത്? പാരറ്റ്സ് യൂഷ്വലി ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീ ഹോൾസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബേർഡിന്റെ കളർ വന്നിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ആണ്. അപ്പോൾ ബേർഡ് ക്രോ ആണ്. അതിന്റെ ഫുഡ് വരുന്നത് ലെഫ്റ്റ് ഓവേഴ്സ്, ഗ്രെയിൻസ്, ഇൻസെക്ട്സ്. ബോഡി ഫീച്ചേഴ്സ് എൻറ്റയർ ബോഡി ഈസ് ബ്ലാക്ക് ഇൻ കളർ. നെസ്റ്റിന്റെ പ്രത്യേകത ക്രോസ് ബിൽഡ് നെസ്റ്റ് ഓൺ ദ ട്രീ ബ്രാഞ്ചസ് യൂസിങ് സ്റ്റിക്സ്. They also decorate the nest using soft things. നെക്സ്റ്റ് ബേർഡ് ഓൾ ആണ്. അതിന് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേ കളറാണ്. സ്മോൾ ക്രീച്ചേഴ്സിനാണ് ഫുഡ്. പിന്നെ ബോഡി ഫീച്ചേഴ്സ് പറയുന്നത് ഫെദേഴ്സ് ഹെൽപ്പ് ദം ഫ്ലൈ സൈലന്റ്ലി ആൻഡ് ഹണ്ട് അറ്റ് നൈറ്റ്. അതിന്റെ നെസ്റ്റിന്റെ പ്രത്യേകത ഓൾസ് യൂഷ്വലി ഡു നോട്ട് ബിൽഡ് ദെയർ ഓൺ നെസ്റ്റ്. ദേ യൂസ് ഓൾഡ് നെസ്റ്റ് മെയ്ഡ് ബൈ അതർ ബേർഡ്സ്, ട്രീ ഹോൾസ് ഓർ ഓൾഡ് ബിൽഡിങ്സ്. സം ഓൾസ് മേക്ക് ബറോസ് ഇൻ ദ ഗ്രൗണ്ട്. നെക്സ്റ്റ് ബേർഡ് കിങ്ഫിഷർ ആണ്. അതിന്റെ കളർ ബ്രൈറ്റ് ബ്ലൂ ആൻഡ് ഓറഞ്ച് ആണ്. ഫുഡ് ഫിഷ് ആണ്. ബോഡി ഫീച്ചേഴ്സ് ലോങ് ബീക്ക് ആണ്. നെസ്റ്റ് വരുന്നത് ദ ഡിഗ് ടണൽസ് ഇൻ റിവർ ബാങ്ക്സ് ഓർ നിയർ വാട്ടർ ബോഡീസ് ആൻഡ് ബിൽഡ് നെസ്റ്റ് ഇൻസൈഡ്. നെക്സ്റ്റ് ബേർഡ് വുഡ്പെക്കർ ആണ്. അതിന്റെ കളർ വരുന്നത് യെല്ലോ മിക്സഡ് വിത്ത് ഗ്രീൻ ഓർ ബ്രൗൺ ആണ്. ഫുഡ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ വേംസ് ആണ്. ബോഡി ഫീച്ചേഴ്സ് വരുന്നത് ഷാർപ്പ് ബീക്ക്, റെഡ് ക്യാപ്പ് ഓൺ ഹെഡ്. നെക്സ്റ്റ് വരുന്നത് ഹോളോസ് ഇൻ ട്രീസ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിനെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്